നമസ്കാരം. ദി ഗ്രീൻ ബ്രയർ ഗോസ്റ്റ് എന്ന് പലപ്പോഴായി വിളിക്കപ്പെടുന്ന സോണ ഹെസ്റ്ററിൻ്റെ കഥ. മരണത്തിനപ്പുറം, നീതിക്കപ്പുറം നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് മരവിപ്പിക്കുന്ന കഥ. 1897 കാലഘട്ടത്തിലാണ് സോണ ഹെസ്റ്റർ ഷൂ മരണപ്പെടുന്നത്. വെസ്റ്റ് വിർജീനിയയിലെ അപ്പാൽച്ചിനോ കുന്നുകളിലാണ് ഈ സംഭവം നടക്കുന്നത്. പെട്ടെന്നൊരു ദിവസം സോണ മരണപ്പെടുകയാണ്. തൻ്റെ ഭർത്താവ് എഡ്വേർഡ് അലമുറയിട്ട് കരയുന്നു. സമനില തെറ്റി എന്തൊക്കെയോ ചെയ്യുന്നു. നാട്ടുകാർ ഓടി വരുന്നു. ഡോക്ടർ എത്തുന്നു. കുറേ ദിവസങ്ങളായി തളർച്ചയിൽ കിടന്ന തൻ്റെ ഭാര്യ മരണപ്പെട്ടു എന്ന് പറയുന്നു. തികച്ചും സ്വാഭാവിക മരണം. അങ്ങനെ ഭാര്യയെ അടക്കം ചെയ്യുന്നു. ദിവസങ്ങൾ കടന്നുപോയി. പെട്ടെന്നൊരു ദിവസം മേരി, സോണയുടെ അമ്മ, അവിടെയുള്ള ലോക്കൽ പ്രോസിക്യൂട്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തൻ്റെ മകളുടെ മരണം ഒരു സ്വാഭാവിക മരണമല്ല, കൊലപാതകമാണെന്ന് അവൾ പറയുകയാണ്. പക്ഷേ ആദ്യം അത്ര ലോക്കൽ പ്രോസിക്യൂട്ടർ അത്ര കാര്യമാക്കിയില്ല. കാരണം തൻ്റെ മകളുടെ മരണ കാരണം എന്തൊക്കെയോ, വിഷമം കാരണം എന്തൊക്കെയോ പിച്ചും പേയും പറയുകയാണെന്ന് പ്രോസിക്യൂട്ടർ തെറ്റിദ്ധരിച്ചു. പക്ഷേ പ്രോസിക്യൂട്ടറെ ഞെട്ടിക്കും വിധം ശക്തമായ തെളിവുകളാണ് നമ്മുടെ മേരി അവിടെ ഉന്നയിച്ചത്. മകളുടെ മരണശേഷം ഏകദേശം 4-5 ദിവസം പ്രാർത്ഥനയിലും മെഡിറ്റേഷനിലുമായിരുന്നു മേരിയുടെ മുന്നിൽ മകളുടെ, അതായത് സോണയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു അത്രേ. തന്നെ തൻ്റെ ഭർത്താവ് എഡ്വേർഡ് ക്രൂരമായി കഴുത്തൊടിച്ച് കൊലപാതകം ചെയ്തതാണെന്ന് സോണയുടെ ആത്മാവ് പറയുന്നു. ഇതൊന്നും ആർക്കും ഒരു സംശയം തോന്നാത്ത വിധത്തിൽ, അതായത് പോലീസിനോ നാട്ടുകാർക്കോ ഡോക്ടേഴ്സിനോ ഒരു സംശയം തോന്നാത്ത വിധത്തിലാണ് എഡ്വേർഡ് കൈകാര്യം ചെയ്തതെന്ന് പറയുന്നു. അങ്ങനെ പ്രോസിക്യൂട്ടർ ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യുന്നു. സോണയെ അടക്കം ചെയ്ത സ്ഥലത്ത് നിന്ന് അവളുടെ ശരീരം പുറത്തേക്ക് എടുക്കുന്നു, പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു. ലോകത്തെ ഞെട്ടിക്കും വിധം മേരി പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി തെളിയിക്കപ്പെടുന്നു. അങ്ങനെ എഡ്വേർഡിനെ ചോദ്യം ചെയ്യുന്നു. അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. എഡ്വേർഡിന് തടവ് ശിക്ഷ ലഭിക്കുന്നു, ജീവപര്യന്തം. മരണത്തിന് പോലും അതിരുകളില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇതുപോലത്തെ വ്യത്യസ്തമായ കണ്ടന്റിനും മൂവി റിലേറ്റഡ് ഫാക്ട്സിനുമായി പ്ലീസ് ഡു ഫോളോ ഡോക്ടർ അർജുന കെ, ആക്ടർ അർജുൻ.